ജനപ്രിയ നായകന്റെ കാർ കളക്ഷൻസ്. ഹലോ ഫ്രണ്ട്സ്, മലയാള സിനിമയിൽ കഠിനാധ്വാനത്തിലൂടെ സ്വന്തമായി മുഖമുദ്ര പതിപ്പിച്ച താരമാണ് ദിലീപ്. 1968 ഒക്ടോബർ 27 ആലുവയ്ക്കടുത്താണ് നമ്മുടെ ജനപ്രിയന്റെ ജനനം. ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പിന്നീട് സിനിമയിലെത്തിയപ്പോൾ ദിലീപ് എന്ന പേരിൽ അറിയപ്പെട്ടു. മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മലയാളി മനസ്സിൽ സ്ഥാനം പിടിച്ച കലാകാരൻ കൂടിയാണ് ഈ ജനപ്രിയ നായകൻ. അടുത്തിടെ ഗൗരവമേറിയ ചില വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ദിലീപ്. സോഷ്യൽ മീഡിയകളിലും ന്യൂസ് ചാനലുകളിലും ചർച്ചാ വിഷയമായ മറ്റൊരു താരം മലയാള സിനിമയിൽ ഇല്ലെന്ന് വേണം പറയാൻ. വിദ്യാർത്ഥിയായിരിക്കെ മിമിക്രിയിലൂടെയാണ് ദിലീപ് കലാരംഗത്ത് എത്തിയത്. കലാഭവൻ ട്രൂപ്പിൽ മിമിക്രി കലാകാരനായി തിളങ്ങിയ ഇദ്ദേഹം പിൽക്കാലത്ത് സിനിമയിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു. കമൽ സംവിധാനം ചെയ്ത 1992 പുറത്തിറങ്ങിയ എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ചലച്ചിത്ര അഭിനയ രംഗത്ത് തന്റെ ഭാവിക്ക് തുടക്കം കുറിച്ചു. പിന്നീട് സഹനടനായും കോമഡി വേഷങ്ങൾ ചെയ്തും മലയാള സിനിമയിൽ തിളങ്ങി. ഒരു താരമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. ഏഴരക്കൂട്ടം, മാനത്തെ കൊട്ടാരം, സല്ലാപം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ഈ കലാകാരൻ. ആ സമയത്ത് മഞ്ജു ദിലീപ് ജനപ്രിയ ജോഡിയായി മാറി. ജോക്കറിനു ശേഷം ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഹിറ്റായതോടെ ദിലീപിന്റെ താരമൂല്യം കുതിച്ചുയർന്നു. 1994 ഇറങ്ങിയ മാനത്തെ കൊട്ടാരം മുതൽ നിരവധി ചിത്രങ്ങളിൽ നായകനായി സ്ഥാനമുറപ്പിച്ചു. കുഞ്ഞിക്കൂനൻ, ചാന്ത് പൊട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയം വളരെയേറെ പ്രശംസ പിടിച്ചുപറ്റി. മീശമാധവൻ എന്ന സിനിമയിലെ നല്ലവനായ കള്ളന്റെ വേഷം ദിലീപിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റി. കൊച്ചിരാജാവും പട്ടണത്തിൽ സുന്ദരനും തിയേറ്ററുകൾ കീഴടക്കി. ആകെ 100-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. സിനിമയിലെ ജനപ്രിയ താരമെന്നതിനു പുറമെ ഗായകനും നിർമ്മാതാവും കൂടിയാണ് ദിലീപ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത 2020 മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നാണ്. 2013 സായിബാബ എന്ന ചിത്രത്തിലൂടെ ദിലീപ് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലും തന്റെ നായക പദവി അലങ്കരിച്ചിരുന്നു. അപ്പോൾ കാർ ഫാക്ടറിയുടെ ഈ വീഡിയോ എത്തിയിരിക്കുന്നത് ദിലീപിന്റെ കാർ കളക്ഷനെ പറ്റി പരിചയപ്പെടുത്താനാണ്. മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച, കരയിപ്പിച്ച, വിസ്മയിപ്പിച്ച ഈ കലാകാരനെ ഒരു കാർ എന്തൂസിയസ്റ്റ് ആണെന്ന് പറയാനാകില്ലെങ്കിലും മുൻനിര ബ്രാൻഡ് പ്രീമിയം ലക്ഷറി കാറുകൾ ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. അപ്പോൾ സമയം കളയാതെ അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ദിലീപിന്റെ കാർ കളക്ഷനിലെ ആദ്യത്തെ കാർ നോക്കിയാലോ. പോർഷെ പനമേര. ജർമ്മൻ സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ പോർഷെയുടെ പനമേര എന്ന മോഡൽ 2009 പോർഷെ ഷാങ്ഹായ് ഓട്ടോ ഷോയിൽ അവതരിപ്പിക്കുന്നത്. ഓഡി A8L, മെഴ്സിഡീസ് ബെൻസ് എസ് ക്ലാസ്, BMW 7 സീരീസ് എന്നീ കാറുകളോട് മത്സരിക്കുന്ന പോർഷെ പനമേര 16 നിറങ്ങളിൽ ഇന്ത്യയിൽ ലഭ്യമാണ്. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് പോർഷെ ചെയ്യുന്നത്. ഈ കാറിന്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3800 RPM-ൽ 250 bhp പവറും 1750 RPM-ൽ 550 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 3.0 ലിറ്റർ V6 ഡീസൽ എഞ്ചിനാണ് ഈ കാറിനെ മുന്നോട്ട് കുതിക്കാൻ കരുത്തു പകരുന്നത്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് പോർഷെ പനമേരയിൽ ട്രാൻസ്മിഷൻ ഒരുങ്ങുന്നത്. 2967 cc ശേഷിയുള്ള ഡീസൽ എഞ്ചിൻ, 3605 cc ശേഷിയുള്ള പെട്രോൾ എഞ്ചിൻ, 2995 cc ശേഷിയുള്ള പെട്രോൾ എഞ്ചിൻ, 4806 cc ശേഷിയുള്ള പെട്രോൾ എഞ്ചിൻ എന്നിങ്ങനെ 4 എഞ്ചിൻ വേരിയന്റുകളിൽ ലഭ്യമായ ഈ വാഹനം 1.18 കോടി രൂപ ചെലവിട്ടാണ് ദിലീപ് സ്വന്തമാക്കിയത്. പുതിയ 90-ഇഞ്ച് അലോയ് വീലുകൾ, പോർഷെ ഡൈനാമിക് ലൈറ്റ് സിസ്റ്റത്തോടൊപ്പം ബൈസെനോൺ ഹെഡ്ലൈറ്റുകൾ എന്നിവ ഈ കാറിന്റെ എക്സ്റ്റീരിയറിന്റെ സവിശേഷതകളാണ്. ആക്റ്റീവ് സസ്പെൻഷൻ മാനേജ്മെന്റ്, പാർക്ക് അസിസ്റ്റ് എന്നീ പുതിയ ഫീച്ചറുകളും ഇന്റീരിയറിലേക്ക് വന്നാൽ സീറ്റുകളിലും ഡാഷ്ബോർഡിലും ബ്ലാക്ക് ആൻഡ് ബീച്ച് ലെതർ, പോർഷെ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റിനൊപ്പം 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നീ സവിശേഷതകൾ പനമേര ഡീസൽ എഡിഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 585 വാട്ട്സ് ഔട്ട്പുട്ടുള്ള 14 ബോസ് സ്പീക്കറുകളും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദിലീപിന്റെ നെക്സ്റ്റ് കാർ BMW 7 സീരീസ്. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ BMW നിരയിലെ 7 സീരീസ് ആണ് നമ്മുടെ ജനപ്രിയ നായകൻ സ്വന്തമാക്കിയ മറ്റൊരു കാർ. 2016 ന്യൂയോർക്ക് ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ വെച്ച് ഏറ്റവും മികച്ച ലക്ഷറി കാറായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സെഡാൻ വിപണിയിൽ ഇറങ്ങിയത് 730 LD, 740 Li, M760 Li എന്നിങ്ങനെ 3 വേരിയന്റുകളായാണ്. 322 bhp പവറും 450 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 3.0 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 262 bhp കരുത്തും 620 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 3.0 ലിറ്റർ ഡീസൽ എന്നീ എഞ്ചിനുകളിൽ 7 സീരീസ് ഇന്ത്യയിൽ ലഭ്യമാണ്. ഏറ്റവും കരുത്തുറ്റ M സ്പോർട്ടിൽ 610 bhp പവറും 800 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 6.5 ലിറ്റർ എഞ്ചിനാണ് വാഹനത്തെ ചലിപ്പിക്കുന്നത്. ആഡംബരത്തിന് പുതുമാനങ്ങൾ നൽകുന്നതാണ് BMW 7 സീരീസ്. അത്യാഡംബര സൗകര്യങ്ങൾക്കും ഫീച്ചറുകൾക്കും ഏറെ ശ്രദ്ധ നേടിയ കാർ കൂടിയാണ് 7 സീരീസ്.
മികച്ച ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഡ്രൈവിംഗ് കംഫർട്ടും പ്രദാനം ചെയ്യുന്ന ഈ ലക്ഷറി സെഡാനിൽ നൽകിയിരിക്കുന്നത് ഏറ്റവും മികച്ച കണക്ടിവിറ്റി ഫീച്ചറുകളാണ്. താരവും അദ്ദേഹത്തിന്റെ അമ്മയും ചേർന്ന് ഈ കാറിന്റെ താക്കോൽ സ്വീകരിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 1.31 കോടി രൂപ മുതലാണ് 7 സീരീസിന്റെ എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത്. ദിലീപ് സ്വന്തമാക്കിയ മറ്റൊരു BMW കാറാണ് BMW X6. സ്പോർട്സ് ആക്ടിവിറ്റി കൂപ്പെ എന്ന് BMW പേരിട്ട് വിളിക്കുന്ന BMW X6 2 പെട്രോൾ എഞ്ചിൻ വേരിയന്റുകളിൽ ലഭ്യമാണ്. ഫാമിലിയായിട്ട് പുറത്തു പോകുമ്പോഴെല്ലാം ഈ കാറാണ് ദിലീപ് തിരഞ്ഞെടുക്കാറുള്ളത്. പെർഫോമൻസ്, സ്റ്റൈൽ, സ്പോർട്ടി ഡിസൈൻ എന്നിവയുടെ ഒരു കിടിലൻ കോമ്പിനേഷനാണ് ഈ വാഹനം. ട്രഡീഷണൽ SUV സങ്കല്പങ്ങളിലൊന്നായ ബോക്സി ഡിസൈനിന്റെ പൊളിച്ചെഴുത്താണ് കൂപ്പെ SUVകൾ. പുറകിലേക്ക് ഒഴുകിയിറങ്ങുന്ന റൂഫ് തന്നെയാണ് കൂപ്പെ SUVകളുടെ പ്രധാന മുഖമുദ്ര. മെഴ്സിഡീസ് ബെൻസ് GLE, പോർഷെ കയനെ, Audi Q8 എന്നിങ്ങനെ ഒരു പിടി പ്രീമിയം കൂപ്പെ SUVകൾ ഇപ്പോൾ ഇന്ത്യയിൽ വിൽപ്പനയിലുണ്ട്. കൂട്ടത്തിൽ വിൽപ്പനയിലുള്ള BMW X6ന്റെ ന്യൂ ജനറേഷന് മുമ്പുള്ള മോഡലാണ് ദിലീപിന്റെ ഗാരേജിലുള്ളത്. പെട്രോൾ, ഡീസൽ എന്നിങ്ങനെ 2 വേരിയന്റുകളിൽ പുറത്തിറങ്ങുന്ന X6ന്റെ ഡീസൽ വേരിയന്റിൽ ഉയർന്ന RPMൽ 305 bhp പവറും 600 Nm ടോർക്കും, പെട്രോൾ വേരിയന്റിൽ 400 bhp പവറും 600 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ടിൻ ടർബോ V8 എഞ്ചിനാണ് കരുത്തു പകരുന്നത്. ലിറ്ററിന് 6 മുതൽ 7 കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്ന BMW X6ന് സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത എത്തിപ്പിടിക്കാൻ വെറും 6.5 സെക്കൻഡ് മാത്രം മതി. 78.90 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുള്ള ഈ വണ്ടി ദിലീപ് വാങ്ങിയത് 95 ലക്ഷം രൂപ മുടക്കിയാണ്. നെക്സ്റ്റ് വണ്ടി പോർഷെ കയനെ. ദിലീപ് സ്വന്തമാക്കിയ പോർഷെയുടെ രണ്ടാമത്തെ കാറാണ് പോർഷെ കയനെ. ജർമ്മൻ നിർമ്മാതാക്കളായ പോർഷെയുടെ ആഡംബര SUV കയനിന്റെ പ്ലാറ്റിനം എഡിഷനാണ് താരം ഇത്തവണ സ്വന്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിലുള്ള പോർഷെ ഷോറൂമിൽ നിന്നുമാണ് കാർ സ്വന്തമാക്കിയിട്ടുള്ളത്. മുമ്പ് വെള്ള നിറത്തിലുള്ള പോർഷെ പനമേരയാണ് ദിലീപ് വാങ്ങിയതെങ്കിൽ മഹാഗണി മെറ്റാലിക് നിറത്തിലുള്ള കയനെയാണ് താരം ഇത്തവണ തിരഞ്ഞെടുത്തത്. മോളിവുഡ് നായകന്മാരിൽ ഇതിനു മുമ്പ് കുഞ്ചാക്കോ ബോബനും ഈ കാർ സ്വന്തമാക്കിയിരുന്നു. പോർഷെയുടെ ഈ ആഡംബര SUV സ്വന്തമാക്കിയിട്ടുള്ള മറ്റ് താരങ്ങളാണ് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂക്കയും പൃഥ്വിരാജും. പോർഷെയുടെ മിഡ് സൈസ് ക്രോസ് ഓവർ SUV ആയ കയനെ ഡീസലിന്റെ പ്രത്യേക എഡിഷനാണ് പ്ലാറ്റിനം. 2002 പോർഷെ കയനിന്റെ രാജ്യാന്തര വിപണിയിലുള്ള അവതരണം. അന്ന് പുറത്തിറങ്ങിയ കയനിന്റെ സെക്കൻഡ് ജനറേഷനാണ് ഇപ്പോൾ വിൽപ്പനയിലുള്ളത്. ഇവയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന RPMൽ 245 bhp പവറും 1750 RPMൽ 550 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 2967 cc എഞ്ചിനാണ് പോർഷെ കയനെ മുന്നോട്ട് ചലിക്കാൻ സഹായിക്കുന്നത്. വെറും 7.3 സെക്കൻഡുകൾ മാത്രം മതി കയനെ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ. 221 കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന്റെ പരമാവധി വേഗം. ഏതാണ്ട് 1.10 കോടി കൊച്ചി എക്സ്ഷോറൂം വില നൽകിയാണ് ദിലീപ് തന്റെ ഈ പുത്തൻ കാർ സ്വന്തമാക്കിയത്. നെക്സ്റ്റ്, ടൊയോട്ട ലാൻഡ് ക്രൂസർ. ടൊയോട്ടയുടെ ആഡംബര SUV ലാൻഡ് ക്രൂസർ ദിലീപിന്റെ വാഹന ശേഖരത്തിലെത്തിയത് 1.20 കോടിയോളം രൂപ ചിലവിട്ടാണ്. 268 PS പവറും 650 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 4.4 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള ടൊയോട്ട ലാൻഡ് ക്രൂസർ ടൊയോട്ടയുടെ എക്കാലത്തെയും മികച്ച SUVകളിലൊന്നാണ്. ഈ വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. കൂടാതെ 2007 മോഡൽ ടൊയോട്ട ഇന്നോവയും ദിലീപിന്റെ കാർ ഗ്യാരേജിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വണ്ടി മലയാളികളെ ഒരു കാലത്ത് ഏറ്റവും വിസ്മയിപ്പിച്ച കാറാണ്. അത് ഏതാണെന്ന് നോക്കാം. ഡോഡ്ജ് കിങ്സ്. മലയാള സിനിമയിൽ ഏറെ തരംഗം സൃഷ്ടിച്ച സിനിമയാണ് 2003 പുറത്തിറങ്ങിയ CID മൂസ. ചിത്രത്തിനേക്കാളും അതിലെ കാറാണ് കൂടുതൽ പേരിലും ശ്രദ്ധയാകർഷിച്ചത്. ഈ സിനിമയിലുടനീളം മിന്നിത്തിളങ്ങിയ ഈ ഒരു കാർ ഇപ്പോഴും ദിലീപ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആകർഷണീയമായ ചുവന്ന നിറത്തിലുള്ള MSX 3441 എന്ന രജിസ്ട്രേഷനുള്ള ഡോഡ്ജ് കിങ്സ് എന്ന മോഡലാണ് CID മൂസയിൽ ദിലീപ് ഉപയോഗിക്കുന്നത്. ഈ വണ്ടി ദിലീപിന്റെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള വാഹനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തതയുള്ള സവിശേഷതകളും ഈ വാഹനത്തിലുണ്ട്. ഇത്തരം ഫീച്ചറുകൾ എല്ലാം നമ്മൾ സിനിമയിലൂടെ കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ കാർ ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ? ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നമ്മുടെ കുട്ടിക്കാലം ഏറെ മനോഹരമാക്കിയ ഈ ജനപ്രിയ നായകന്റെ കാറുകളെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. കാർ ഫാക്ടറിയുടെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ് ഫ്രം കാർ ഫാക്ടറി.